കണ്ണൂർ ലോകത്തെ ആദ്യത്തെ വോയിസ് യൂണിവേഴ്സിറ്റി വരാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ബേസ് വർക്ക് ഞങ്ങൾ സിലബസ് പ്രിപ്പറേഷനും കബീർ ഞാനും കൂടെ അത്രയും എഫേർട്സ് എടുത്ത് വോയിസ് യൂണിവേഴ്സിറ്റി. അതെ. അപ്പോൾ വോക്കൽ ആർട്സിന് ഇതുവരെ ഒരു പ്രോപ്പർ ട്രെയിനിങ് ഇല്ല. അപ്പോൾ UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു വോയിസ് കോച്ചിൻ്റെ അടുത്ത് ഒരിക്കൽ ഞാൻ 2017 ഞാൻ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ എന്നെ കൽപ്പന സദാശിവനാണ് എന്നെ ട്രെയിൻ ചെയ്തത്. അപ്പോൾ ബക്കു എന്നെ ട്രെയിൻ ചെയ്തതുപോലെ ഒരു വോയിസ് കോച്ച് എന്നെ ട്രെയിൻ ചെയ്യുമെന്ന് പറഞ്ഞ് നോക്കിയപ്പം അവർ മണിക്കൂറിന് 70 പൗണ്ടൊക്കെയാണ് വാങ്ങിക്കുന്നത്. ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ട് അഫോർഡബിളായിട്ട് അല്ലെങ്കിൽ മനുഷ്യർക്ക് പ്രാപ്യമായിട്ടുള്ള ഒരു രീതിയിൽ വോയിസ് ട്രെയിനിങ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലാണ് ഇത് ആദ്യം ഉടലെടുത്തതും. ഇപ്പോൾ അത് വോക്കൽ ആർട്സ് എന്ന് പറയുമ്പോൾ പാട്ട് പാടാം, സംസാരിക്കാം, ഇതുപോലെ പോഡ്കാസ്റ്റുകൾ ചെയ്യാം, അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി വോയിസ് ഓവർ ചെയ്യാം, കമേഴ്ഷ്യൽ വോയിസ് ഓവർ ചെയ്യാം, കാർട്ടൂൺ വോയിസിങ് ചെയ്യാം, സിനിമയ്ക്ക് ഡബ്ബിങ് ചെയ്യാം, നറേഷൻസ് ചെയ്യാം, കഥ പറയാം, പ്രഭാഷണങ്ങൾ ചെയ്യാം. ഇങ്ങനെ വോക്കൽ ആർട്സ് ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇത് ടെലിവിഷനാണോ റേഡിയോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണോ, ഇതിങ്ങനെ സ്പ്രെഡ് അത്രയും വലുതാണ്. ഈ സ്പ്രെഡിനെ കുറിച്ച് മനസ്സിലാക്കി ഒരാൾക്ക് ഒരു സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ 6 മാസം വരുന്നൊരു ഡിപ്ലോമയോ അല്ലെങ്കിൽ ഒരു 3 വർഷത്തെ ഡിഗ്രിയോ അല്ലെങ്കിൽ അതിൽ മാസ്റ്റേഴ്സോ അതിൽ റിസർച്ചോ ചെയ്യാനുള്ളൊരു ഓർഗനൈസേഷൻ, ലോകത്തെ ആദ്യമായിട്ട് വോക്കൽ ആർട്സിന് വേണ്ടിയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി, അതാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് ഇനി വേറൊരാൾ ചാടിക്കറി തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്കിതെന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഒരു ഹാഫ് ബേക്ഡ് പൊളിഞ്ഞു പോകുന്നൊരു സംരംഭം ഉണ്ടാവും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ബേക്ക് ആവട്ടെ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അത്രയും സ്ലോ ആയിട്ട്, ഇപ്പോൾ ഞാനായാലും കബീറായാലും അത്രയും സ്ലോ ആയിട്ട് സ്റ്റെപ്സ് എടുക്കുന്നത് അതുകൊണ്ടാണ്.